വേനൽ ചൂടിൽ നല്ലൊരു ആശ്വാസത്തിനായി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കുരുത്തിച്ചാലിലെത്തുന്നവർക്ക് ഇപ്പോൾ നിരാശ മാത്രം. 2 വർഷമായിട്ട് പാർക്കിംഗ് സൗകര്യം ഇവിടെ എല്ലാം റബ്ബർ മരങ്ങൾ മുറിച്ച് വരുമാനം ഉണ്ടാക്കി ഒഴിവാക്കിയും കൊണ്ടാണ് ഇവിടെ നടത്തിയിരുന്നത്. അതിനെതിരായും കൊണ്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് നമ്മളെ അന്യ ജില്ലകളിൽ നിന്ന് വരുന്നത്. അല്ലെ, നിങ്ങളൊക്കെ അന്യ ഓരോ ഇതിൽ നിന്നല്ലേ വരുന്നത്? എവിടുന്ന് വരുന്നത്? നിങ്ങൾ ഇങ്ങനെ ഒരു കേന്ദ്രത്തേക്ക് വരുമ്പോ അതിനൊരു ബുദ്ധിമുട്ട്, പാർക്കിംഗ് സൗകര്യം ഇല്ലല്ലോ. പറഞ്ഞു കൊടുക്കാം. ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാല് മൂപ്പര് അധികൃതമായിട്ട് പാർക്കിംഗ് സൗകര്യം ചെയ്യാണ്, അമിതമായിട്ട് പൈസ വാങ്ങാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കൊടുക്കുന്ന 15 10 അല്ലെങ്കിൽ 20 രൂപയല്ലേ വാങ്ങുള്ളൂ. നിങ്ങളെ വണ്ടിക്ക് സൗകര്യം. ഇതിനു മുമ്പ് വന്ന വണ്ടികള് പലതും ആക്രമിച്ച്, മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ ഡീസൽ ഊറ്റുക, വണ്ടി ആണെങ്കിൽ വരിക, കുത്തിപ്പൊട്ടിക്കുക, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കണു. 2 വർഷമായിട്ട് ഇവിടെ ഇത് വന്നപ്പോ 8-9 ആള് നമ്മളെ പുഴയിന്ന് പോയി. ഇപ്പൊ ഈ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം അതില്ല. ഉണ്ടോ? നിങ്ങൾക്കറിയില്ല. നിങ്ങളെ സൗകര്യം ഇവിടെ ഇല്ലത് പാർക്കിംഗ് കൊണ്ടില്ല നിങ്ങൾ പറയും. അത് നിങ്ങളെ പറയണ്ട. അല്ല, ആ പാർക്കിംഗ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ടും ഇങ്ങനെ ഇതിലെ ഒരു വഴി, ഈ വഴിയും പുള്ളി ഉണ്ടായിക്കണേ അവരെ ചെലവ്. 2014 ശേഷം ഒറ്റ മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. മറ്റേ കുരുത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ കുരുതിച്ചാലെന്നായിരുന്നു. 9 മരണം നടന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇത്തവണ ഇതിലെ ആളുകൾ കൂടുതൽ പോകാൻ തുടങ്ങി. പിന്നെ ഒരു മരണം പോലും. കൂടുതൽ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ വഴി. പുഴയിലൂടെ പെട്ടെന്ന് വെള്ളം വരുന്നത് കാണാം. പുഴയുടെ അടുത്തേക്ക് പോകാതെ പുഴ കാണാൻ സാധിക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഇവിടെ ഈ പാർക്കിംഗ് ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് പോകുന്ന ഒരാളും മാലിന്യങ്ങളോ കുപ്പികളോ പുഴയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ താഴെ ഭാഗത്ത് വരുന്ന ആളുകളാണ് പുഴയിലൂടെ ഇപ്പോൾ മാലിന്യം ഒഴുക്കുന്നത്. അതിനെ തടയുന്നതിന് പകരം ഇത്രയും നന്നായി പോകുന്ന ഈ പ്രദേശത്തുള്ള വണ്ടി ബ്ലോക്ക് ചെയ്യാനാണ് ചില താല്പര്യകക്ഷികൾക്ക് താല്പര്യം. കുരുത്തിച്ചാലിൽ നല്ലൊരു ആശ്വാസത്തിനായി എത്തുന്നവർക്കാണ് ഇപ്പോൾ പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധരുടെ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കായി വാഹനം പാർക്ക് ചെയ്യുവാനും അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയും സ്വകാര്യ വ്യക്തി തന്റെ ഭൂമിയും സമ്പാദ്യവും ചെലവിട്ടാണ് സൗകര്യങ്ങൾ തീർത്തിരുന്നത്. എന്നാൽ മൈലാമ്പാടം ഭാഗത്തുള്ള ചിലരാണ് ഇതിനെ തുരങ്കം വെച്ചിരിക്കുന്നത്. കുരുത്തിച്ചാൽ പ്രദേശത്തേക്കുള്ള വാഹനങ്ങൾ നിരോധിക്കുകയും പ്രദേശത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുഴയിൽ വലിച്ചെറിയുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രദേശത്തെ സ്ഥല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന വ്യക്തിക്ക് നേരെ ഇവർ തിരിഞ്ഞിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് കുരുത്തിച്ചാലിൽ അപകടങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നും ഇവിടെ വരുന്ന സന്ദർശകരോട് കർശനമായി പ്ലാസ്റ്റിക് സാമഗ്രികൾ പുഴയിലേക്ക് കൊണ്ടുപോകുന്നത് തടയുന്നുണ്ടെന്നും വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അവർക്ക് അപകടം കൂടാതെ പുഴയിലേക്ക് ഇറങ്ങാനും ലക്ഷങ്ങൾ മുടക്കി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും സ്ഥലമുടമ പറഞ്ഞു. എന്നാൽ ഇതിന് പിന്നിൽ ചില തൽപര കക്ഷികൾ കുരുത്തിച്ചാലിന്റെ വികസനം മുടക്കുകയാണെന്നും അത്തരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കുരുത്തിച്ചാൽ വികസന പദ്ധതി വന്നപ്പോൾ അതിനെ തോൽപ്പിച്ചതും ഈ തൽപര കക്ഷികളാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വന്നവർക്ക് വളരെ നിരാശയോടെയാണ് മടങ്ങേണ്ടി വന്നത്. MC ന്യൂസ്